എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലെ ചതുരപ്പുളിയുടെ മരം ഒന്ന് നിങ്ങളിത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇതാണ് നമ്മുടെ ചതുരപ്പുളിയുടെ മരം. ഇതിനകത്ത് ചതുരപ്പുളി ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം പഴുത്ത് വരുന്നേ ഉള്ളൂ. വലിയ മരമായിരുന്നു. നമ്മളത് മുകളിൽ വെച്ച് വെട്ടി കളഞ്ഞിട്ട് വീണ്ടും പടർത്തിയെടുത്താണ്. ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഒരു സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്. ഞാനിത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ ഓർത്ത് ഈ വീഡിയോ ചെയ്തതാണ്. ഇത് ഈ ചതുരപ്പുളി പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്. പച്ചയ്ക്ക് ഏകദേശം നല്ലൊരു പുളിയാണ്. നല്ല പുളി, നമ്മുടെ ഈ ഇരുമ്പുളിയൊക്കെ കഴിക്കുമല്ലോ എന്ന പോലെ നല്ലൊരു പുളിയുണ്ട്. പഴുത്ത് കഴിയുമ്പോൾ നല്ല മഞ്ഞ കളർ വരികയും ചെയ്യും. നല്ലൊരു മധുരമാണ് ഇതിന്. നമുക്കൊരു 1-2 പഴുത്ത് കിട്ടിയുള്ളൂ. നമ്മളിത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് ഉദ്ദേശിച്ചാണത്. ഇതാണ് നമ്മൾ ചതുരപ്പുളി മുറിച്ച് വെച്ചേക്കുന്നത്. ഇത് ഇപ്പോൾ ഏകദേശം മുറിച്ച് ഏകദേശം ഒരു സ്റ്റാറിൻ്റെ ഒരു ആകൃതി വരുന്നുണ്ട്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ തടി കുറയ്ക്കുന്ന ആൾക്കാരൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് ഉപയോഗിക്കും. അതുപോലെ വിറ്റാമിൻ എയും സി ഉള്ളതുകൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ, ചർമ്മ സംബന്ധമായ ഗുണങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് നമുക്ക് ദഹന പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇത് നമ്മൾ ചമ്മന്തി അരയ്ക്കാനും ഉപയോഗിക്കാം. പിന്നെ അച്ചാർ ഇട്ട് കഴിക്കാനൊക്കെ നമുക്ക് ഈ ചതുരപ്പുളി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് ഗുണം എന്ന പോലെ തന്നെ ചെറിയ ദോഷങ്ങളുണ്ട്. നമ്മൾ ഈ കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർ ഇത് കഴിക്കരുതെന്നാണ് പറയുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. നമ്മുടെ വീട്ടിലുണ്ടായ ഒരു ചതുരപ്പുളിയാണ്, സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം എന്നാണ് ഉദ്ദേശിച്ചാണ് വീഡിയോ ചെയ്തത്. ഇതിന് പല നാടുകളിൽ പല പേരാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ചതുരപ്പുളി എന്ന് പറയും, സ്റ്റാർ ഫ്രൂട്ട്സ് കോമൺ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാടുകളിൽ എന്താണ് ഇതിന് പറയുന്നത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ.